മിണ്ടി മിണ്ടി മിണ്ടാതായ, ഓർത്ത് ഓർത്ത് ഓർക്കാതായ മനുഷ്യരെപ്പറ്റി പറയട്ടെ. ജീവിതത്തിലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും ആകാംക്ഷയോടെ പറഞ്ഞു തീർത്ത് കേട്ടുമതിയായിരുന്നവർ ജീവിതത്തിലെ ഏത് ഇടവഴിയിലായിരിക്കും അവർ അന്യരായി മാറിയിട്ടുണ്ടാവുക? ഏതു നിമിഷത്തിലായിരിക്കും മിണ്ടാൻ മറന്നുപോയിട്ടുണ്ടാവുക? നല്ല ബന്ധങ്ങൾ പൊടിതട്ടി വെക്കേണ്ടതുണ്ടെന്ന് തോന്നിയിട്ടില്ല. ഒരിക്കൽ ഇല്ലാതാവുമെന്ന് എത്ര സുഹൃത്ത് വലയങ്ങളാണ് നമ്മെ പഠിപ്പിച്ചു പോയിട്ടുള്ളത്. മനസ്സിലെ വേദന 70% സ്ത്രീകളും നിശബ്ദമായാണ് പ്രകടിപ്പിക്കുന്നത്. സ്ത്രീകളുടെ ബ്രെയിൻ വിവരങ്ങളും ചിന്തകളും പ്രോസസ് ചെയ്യുന്നതിൽ പുരുഷന്മാരുടെ ബ്രെയിനിനേക്കാളും വേഗതയുണ്ട്. സ്ത്രീകൾ എന്ത് ധരിക്കണമെന്ന് തീരുമാനിക്കാൻ ഏകദേശം 1 വർഷമെടുക്കുന്നു. ചിലപ്പോൾ ചിലർക്കൊന്നും നമ്മളെ മനസ്സിലാകില്ല. ദേഷ്യപ്പെടുന്ന നമ്മളെ മാത്രമേ അവർക്ക് അറിയുകയുള്ളൂ. അത്രമാത്രം. പ്രശ്നങ്ങൾ ഉള്ളിൽ കൊണ്ടുനടക്കുന്ന നമ്മളെ അവർ അറിയുന്നില്ല. പിണങ്ങുന്ന നമ്മളെ മാത്രമേ അവർ കാണുകയുള്ളൂ. നമ്മുടെ ഉള്ളിലെ സങ്കടത്തിൻ്റെ ആഴം ഒന്നും അവർ മനസ്സിലാക്കുന്നില്ല. ചിരി അഭിനയമാക്കിയ നമ്മളെ മാത്രമേ അവർ കാണുന്നുള്ളൂ. ചിലപ്പോഴെല്ലാം കരഞ്ഞു തളർന്ന് പോകുന്ന നമ്മളെ അവർ കാണുന്നില്ല. അത് ചിലപ്പോൾ ഒന്നും പ്രിയപ്പെട്ട ചിലർക്ക് പോലും നമ്മളെ മനസ്സിലാകില്ല എന്നതാണ് സത്യം. മനഃശാസ്ത്ര അറിവുകൾ. ഉറങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ചിന്തിക്കുന്ന വ്യക്തി ആയിരിക്കും ആ ദിവസത്തെ നിങ്ങളുടെ സന്തോഷത്തിനോ സങ്കടത്തിനോ കാരണക്കാരൻ. 90% ആളുകളും നേരിട്ട് പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ ടെക്സ്റ്റ് മെസ്സേജിലൂടെ അറിയിക്കും. ചില ആളുകൾ അമിതമായി സന്തോഷിക്കാൻ ഭയപ്പെടുന്നു. ഏതെങ്കിലും തരത്തിലുള്ള അപകടം സംഭവിക്കും എന്ന ചിന്തയുള്ളത് കൊണ്ടാണ് അവർ ഇങ്ങനെ ഭയപ്പെടുന്നത്. 81% ആളുകളും അവരുടെ ജീവിതത്തിലെ നെഗറ്റീവ് കാര്യങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ സംഗീതത്തിനെ ആശ്രയിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാളോട് സ്നേഹത്തോടെ പെരുമാറുന്നത് നിങ്ങൾ ഫേക്ക് ആയത് കൊണ്ടല്ല, മറിച്ച് ആ വ്യക്തിയെ സഹിക്കാനുള്ള പക്വത നിങ്ങൾക്കുള്ളത് കൊണ്ടാണ്. മരത്തിൻ്റെ ചില്ലയിൽ ഇരിക്കുന്ന പക്ഷി ഒരിക്കലും ആലോചിക്കുന്നില്ല ഇരിക്കുന്നത് ഉണങ്ങിയ ചില്ലയിലാണ്, പച്ചയുള്ള ചില്ലയിലാണോ എന്നോ കൊമ്പൊടിയുമോ എന്ന പേടിയൊന്നും ആ പക്ഷിക്കുണ്ടാകില്ല. കാരണം അത് ആശ്രയിക്കുന്നത് താൻ ഇരിക്കുന്ന കൊമ്പിനെയല്ല, സ്വന്തം ചിറകിനെയാണ്. നാളെ പുറകോട്ട് ആലോചിക്കുമ്പോൾ നിങ്ങളുടെ ഓർമ്മയിലുണ്ടാവുക മൗനമായി കേട്ടിരുന്ന കാര്യങ്ങളാകും, മെല്ലെ മെല്ലെ നടന്നുപോയ വഴികളാകും. എല്ലാ ശബ്ദകോലാഹലങ്ങളും സമരങ്ങളും വിപ്ലവങ്ങളുമൊക്കെ ഇതേ മൗനത്തിലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ വളരെ സ്ട്രിക്റ്റായ പാരന്റ് ആണെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ കള്ളം പറയാനുള്ള സാധ്യത കൂടുതലായിരിക്കും. നിങ്ങളുടെ കുട്ടിയുടെ അഭിപ്രായങ്ങൾ എപ്പോഴും എതിർക്കുന്ന പാരന്റ് ആണെങ്കിൽ ആ കുട്ടി ധൈര്യം ഇല്ലാത്തവനാകും. നിങ്ങളുടെ കുട്ടിക്ക് പ്രോത്സാഹനം ലഭിക്കുന്നില്ലെങ്കിൽ ആ കുട്ടിയുടെ ആത്മവിശ്വാസം ഇല്ലാതെയാകും. നിങ്ങളുടെ കുട്ടി ദുർബലനാണെങ്കിൽ അതിനർത്ഥം നിങ്ങൾ കുട്ടിയോട് മനസ്സു തുറന്ന് ഒന്നും സംസാരിക്കില്ല എന്നാണ്. നിങ്ങൾ കുട്ടിയെ എപ്പോഴും ഉപദ്രവിക്കാറുണ്ടോ? അങ്ങനെയെങ്കിൽ ആ കുട്ടി മറ്റുള്ളവരെയും ഉപദ്രവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഏറ്റവും വലിയ ധൈര്യം എന്ന് പറയുന്നത് ഇരുട്ടത്ത് ഉറങ്ങുന്നതോ മറ്റൊരാളെ വെല്ലുവിളിക്കുന്നതോ ഒന്നുമല്ല. ഹൃദയം തകരാതെ തോൽവിയെയും കുറവുകളെയും സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുക എന്നതു കൂടിയാണ്. നാം ഒരു തെറ്റല്ല, തോൽവിയായ മറ്റു പ്രതിസന്ധി ഘട്ടങ്ങളിലും കഴിഞ്ഞുപോയ സങ്കടങ്ങളെ ഓർത്ത് ഒതുങ്ങിക്കൂടിയാൽ പിന്നെ നമ്മൾ ധൈര്യമുള്ളവർ അല്ല. ഒരുപക്ഷേ ശക്തമായ ഉയർത്തെഴുന്നേൽപ്പ് പിന്നീട് സാധ്യമാവണമെന്നില്ല. അതുകൊണ്ട് കുറവുകളും കുറ്റപ്പെടുത്തലുകളിലുമൊക്കെ ഹൃദയം തകരാതെ സൂക്ഷിച്ചു മുന്നേറുക. ഓരോ സ്ത്രീയുടെയും വിജയം മറ്റൊരാൾക്ക് പ്രചോദനമാകണം. പരസ്പരം പ്രോത്സാഹിക്കുമ്പോഴാണ് നമ്മൾ ശക്തരാകുന്നത്. നിങ്ങൾ കൂടുതൽ പഠിക്കുന്തോറും കൂടുതൽ സമ്പാദിക്കുന്നു. ജീവിതത്തിൽ ചില പരാജയങ്ങൾ അനിവാര്യമാണ്.
എന്തെങ്കിലും പരാജയപ്പെടാതെ ജീവിക്കുക അസാധ്യമാണ്. നിങ്ങൾ വളരെ ജാഗ്രതയോടെ ജീവിച്ചില്ലെങ്കിൽ നിങ്ങൾ സ്വതേവ പരാജയപ്പെടും. നമ്മൾ മറ്റൊരാൾക്കോ മറ്റേതെങ്കിലും സമയത്തിനോ വേണ്ടി കാത്തിരുന്നാൽ മാറ്റം വരില്ല. നമ്മൾ കാത്തിരുന്നത് നമ്മളെയാണ്. നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളെ ഭയപ്പെടുത്തുന്നില്ലെങ്കിൽ അവ വളരെ ചെറുതാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് പ്രചോദനമായി ജീവിക്കുക. എല്ലാവരോടും പുഞ്ചിരിക്കുന്ന സ്ത്രീകൾ പൊതുവെ നിഷ്കളങ്കരാണെന്ന് പഠനങ്ങൾ പറയുന്നു. യഥാർത്ഥ ജീവിതം ജീവിക്കാൻ ആരംഭിക്കുക. ചീത്തയായ കൂട്ടുകാരെ കൂടുതലായി സമ്പാദിക്കാൻ ശ്രമിക്കരുത്. കാഴ്ചയ്ക്ക് വേണ്ടി വില കൂടിയ സാധനങ്ങൾ കൂടുതൽ വാങ്ങരുത്. നിങ്ങളുടെ സന്തോഷത്തിന് കാരണമാകുന്ന കുറച്ചു നല്ല സുഹൃത്തുക്കളെ കണ്ടെത്തുക. ഹൃദയം കൊണ്ട് ധനവാനാവുക, പണം കൊണ്ടാകരുത്. എപ്പോഴും സന്തോഷമായിരിക്കുക. ധാരാളം നല്ല ഓർമ്മകൾ ഉണ്ടാക്കി കൂടുതൽ നിമിഷങ്ങൾ ജീവിക്കാൻ വേണ്ടി വിനിയോഗിക്കുക. സഹായിച്ചവരെ ഒരിക്കലും മറക്കരുത്. ചതിച്ചവരുടെ പ്രതികാരവും അരുത്. ഒന്നു മാത്രം നിങ്ങളുടെ ഓർമ്മയിൽ സൂക്ഷിക്കുക. ചതിക്കാനും സഹായിക്കാനും ആർക്കും നിങ്ങൾ രണ്ടാമതൊരു അവസരം ഉണ്ടാക്കിക്കൊടുക്കരുത്. അങ്ങനെ കൊടുത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ പരാജയം എന്നത് ഉറപ്പാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രചോദനാത്മകമായ കാര്യങ്ങൾ. നിങ്ങൾ തെറ്റുകളൊന്നും വരുത്തുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ യഥാർത്ഥത്തിൽ ഒന്നിനു വേണ്ടിയും ശ്രമിക്കുന്നില്ല. വിമർശനങ്ങൾ ഒഴിവാക്കണമെങ്കിൽ നിങ്ങളൊന്നും ചെയ്യാതെ, ഒന്നും പറയാതെ, ഒന്നുമില്ലാതെ ഇരിക്കുക. നിങ്ങൾ മെല്ലെയാണ് പോകുന്നതെങ്കിലും ഒരിക്കലും പുറകോട്ട് നടക്കരുത്. നിങ്ങൾ ശ്രമിക്കാത്ത കാര്യങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് നഷ്ടപ്പെടും. നിങ്ങൾ ചെയ്യാൻ ഭയപ്പെടുന്ന നല്ല കാര്യങ്ങൾ എന്തായാലും അത് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ തിരിച്ചറിയുന്നതാണ് അത് നേടാനുള്ള ആദ്യത്തെ ചുവട്. മനസ്സിലുള്ള കാര്യങ്ങളിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. നിങ്ങൾക്ക് കഴിയില്ല എന്ന് തോന്നുമ്പോഴും എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നവനാണ് യഥാർത്ഥ വിജയി. സത്യം പറയുന്നവ ആരെയും പേടിക്കേണ്ട കാര്യമില്ല. ആത്മാർത്ഥതയോടെ നിങ്ങളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത്. അങ്ങനെയുള്ളവരെ ആരും ഇഷ്ടപ്പെടില്ല എന്ന് മാത്രം. മധുരമൂറുന്ന വാക്കുകൾ പറയുകയും കൃത്രിമ സ്നേഹം കാണിക്കുകയും മുഖസ്തുതിയും പ്രലോഭനങ്ങളുമാണ് എല്ലാവർക്കും വേണ്ടത്. ഇങ്ങനെയുള്ളവരിൽ നിന്നാണ് ചതിയും വഞ്ചനയും വേദനയും ഒക്കെ കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നത്. ഒന്നും ശാശ്വതമായി നിലനിൽക്കില്ല. അതിനാൽ ജീവിക്കുക, ആത്മാർത്ഥമായി പുഞ്ചിരിക്കുക, നാടകങ്ങൾ ഒഴിവാക്കുക, അവസരങ്ങൾ വിനിയോഗിക്കുക. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമുള്ള ഒരു മനസ്സ് സൃഷ്ടിക്കുക. ദുഃഖത്തിനുള്ള അവസരങ്ങൾ ഒഴിവാക്കുക. കാരണം ഒരിക്കൽ നമ്മൾ ചിന്തിക്കും ജീവിതത്തിൽ ഇതൊക്കെയായിരുന്നു വേണ്ടത് എന്ന്. പ്രണയം നിങ്ങളെ ശ്വാസം മുട്ടിക്കുന്നുവെങ്കിൽ അത് വിട്ടുകളഞ്ഞേക്കുക. നിങ്ങളെ കരയിക്കുന്ന സൗഹൃദങ്ങളെ കൈവിട്ടു കളയുക. നിങ്ങൾ ഒന്നുമല്ലെന്ന് ഉരുവിടുന്ന മനുഷ്യരുണ്ടെങ്കിൽ അവരിൽ നിന്ന് തിരിഞ്ഞു നടക്കുക. ശരിയെന്ന് ബോധ്യമുള്ള നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് പിറകെ പോകുക. ഒരു കുഞ്ഞു പുഞ്ചിരിയെങ്കിലും മറ്റുള്ളവർക്ക് സമ്മാനിക്കുക. നിങ്ങളെ സ്വീകരിക്കുന്ന ഇടങ്ങളിൽ കയറി ചെല്ലുക. അതുപോലെ നിങ്ങളെ എല്ലാ കുറവുകളോടു കൂടി ഉൾക്കൊള്ളുന്നവരുടെ കൈകോർത്ത് നടക്കുക. നിങ്ങൾ എന്നും നിങ്ങളായിരിക്കുക. അതുമാത്രമാണ് നിങ്ങളുടെ ജീവിതം തീരുമാനിക്കുന്നത്. ആരെയും പിന്തുടരാതെ നിങ്ങളെ ആകർഷിക്കാനുള്ള വഴികൾ. ആരെയും പിന്തുടരാതിരിക്കുക. സാവധാനത്തിലും ദയയോടും സംസാരിക്കുക. നാണിക്കാതെ മുഖത്തു നോക്കി സംസാരിക്കുക. മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ അത് ശ്രദ്ധയോടെ കേൾക്കുക. കൃത്രിമമായ പ്രവൃത്തി ഉണ്ടാകരുത്. ആത്മവിശ്വാസത്തോടെയും ഉറപ്പോടെയും നടക്കുക. നിങ്ങളുടെ ഫോൺ ബാഗിലോ പോക്കറ്റിലോ സൂക്ഷിക്കുക. നിങ്ങളെപ്പറ്റി അധികം സംസാരിക്കാതിരിക്കുക. അധികം സംസാരിക്കുന്നത് മറ്റുള്ളവർ ഇഷ്ടപ്പെടില്ല. വൃത്തിയായും വെടിപ്പോടെയും നടക്കുക.
ഒരു പുഷ്പം ഒരിക്കലും തേനീച്ചയെ സ്വപ്നം കാണാറില്ല. അത് പുഷ്പിക്കുമ്പോൾ തേനീച്ച തനിയെ വരും. ഓരോ ദിവസവും നിങ്ങൾ കൂടുതൽ മെച്ചപ്പെടുക എന്നതാണ് പ്രധാന കാര്യം.